പുതിയ മറ്റൊരു വിവരം വരുന്നത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്നത് മാറ്റി വി ഡി സതീശൻ CMO അല്ലേ? തിരിച്ച് നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗ്രൂപ്പിൻ്റെത് മാറ്റി ഓപ്പോസിഷൻ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ CMO ഗ്രൂപ്പ് മാറിയിരിക്കുന്നു. വി ഡി സതീശന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പ് CMO ഗ്രൂപ്പായി മാറി. മാധ്യമപ്രവർത്തകരെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഉള്ള ഗ്രൂപ്പാണ്, വളരെ സജീവമായിട്ടുള്ള ഗ്രൂപ്പാണ്. നിയമസഭാ അനക്സ് മന്ദിരത്തിലെ ഹാളിൽ വെച്ച് ഇന്ന് അല്പസമയത്തിനകം ചേരുന്ന CLP മീറ്റിംഗിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല എന്നുകൂടി വിവരങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ അല്പസമയത്തിനകം എന്ന് പറയുന്നത് നേരെ 4 മണിക്കാണ് നിശ്ചയിച്ചിരുന്ന യോഗം, അതായത് പാർലമെന്ററി പാർട്ടി യോഗം ചേരുമെന്ന് നിശ്ചയിച്ചിരുന്നു. പക്ഷേ അത് 6 മണിയിലേക്ക് മാറി. കാരണം വെച്ചാൽ കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയൊക്കെ വരുന്നത് 5:30 എന്നുള്ളതുകൊണ്ടാണ് 6 മണിയിലേക്ക് യോഗം മാറ്റിവെച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ MLA-മാരെല്ലാവരും ആ യോഗത്തിൽ MLA-മാർ എല്ലാവരും പങ്കെടുക്കുമോ എന്നതാണ് സംശയം. രമേശ് ചെന്നിത്തല പങ്കെടുക്കുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അദ്ദേഹം വീട്ടിലുണ്ട്, എന്തായാലും തിരുവനന്തപുരത്ത് വീട്ടിലുണ്ട്. അദ്ദേഹത്തോട് അടുപ്പമുള്ളവരൊക്കെ അവിടെ എത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുമോ? കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഏറ്റവും അച്ചടക്കമുള്ളൊരു നേതാവാണ് അദ്ദേഹം. അതിനെ ധിക്കരിച്ച് ഈ AICC-യുടെ ഈ ഒരു ദിവസം വരുന്ന ഷോക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ഒരു പക്ഷേ ഒരു നീരസം അദ്ദേഹം കാണിച്ചിരിക്കാം. അതൊരു ആജീവനാന്തകാലത്തിലുള്ള ഒരു നീരസമാണോ എന്നും നമുക്ക് പറയാൻ അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു സീനിയോറിറ്റി എന്ന ക്ലെയിം അദ്ദേഹം വെച്ചു. ആ ക്ലെയിം അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് തന്നെയാണ്. കഴിഞ്ഞ 2021 അദ്ദേഹം മാറി നിന്നത് അദ്ദേഹം ഓർമ്മിപ്പിച്ച ആ ക്ലെയിം അദ്ദേഹം ഉന്നയിച്ചു, ശരിയാണ്. പക്ഷേ ആ ക്ലെയിമിനപ്പുറത്തേക്ക് ആ പിക്ചർ 2 പേർ തമ്മിലുള്ള ഒരു യുദ്ധമായി മാറിയിട്ടുണ്ടായിരുന്നു. ആ 2 പേർക്കും ഇല്ലെങ്കിൽ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വളരെ അച്ചടക്കത്തോടു കൂടി അദ്ദേഹം ഫ്ലെക്സ് യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒന്നിനോ അദ്ദേഹം പോയില്ല. മറ്റേതെങ്കിലും തരത്തിലൊരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചില്ല. അദ്ദേഹം മാറിയിരുന്ന് കാഴ്ച കാണുകയായിരുന്നു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ഇനി 3:45 6 മണിയോടെയാണ് CLP എന്ന് ഇപ്പോൾ അറിയുന്നു. അവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഈ ചാർട്ടർ ചെയ്ത വിമാനത്തിൽ എത്തുക എന്നതാണ് ഇനി കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് എന്ന് തോന്നുന്നു. വി ഡി സതീശനെതിരിടയിൽ എവിടെയൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, ഏതായാലും ഇങ്ങനെ പ്രവർത്തകരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് സന്തോഷം പങ്കിടുന്നുണ്ട്. തീർച്ചയായിട്ടും പരിചയങ്ങൾ ഒക്കെ പുതുക്കുകയാണ്. അങ്ങനെ ഇവിടെ KPC പ്രസിഡന്റ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തിരക്ക് ഒഴിഞ്ഞിട്ടില്ല. KPC ആസ്ഥാനത്ത് തിരക്ക് ഒഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നേരത്തെ ശ്രീജയും പ്രജീഷും ഒക്കെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അദ്ദേഹം എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. വി ഡി സതീശൻ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായി വരുമോ? നേരത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന ആളാണ്. അപ്പോൾ ആഭ്യന്തരം അദ്ദേഹത്തിന് ലഭിക്കുമോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇനിയുമുള്ള മണിക്കൂറുകളിൽ സജീവമാകണം. ഇനി മുഖ്യമന്ത്രി ആരായിരുന്നു എന്നുള്ള ചോദ്യമാണ്. അതിന് തീരുമാനമായി. ഇനിയിപ്പോൾ മന്ത്രി ആരാണ് എന്നുള്ള, മന്ത്രിമാരൊക്കെ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകുന്നു. ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന പ്രവർത്തകരൊക്കെ പരസ്പരം അത് തന്നെയൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ MLA-മാരും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. കാരണം ഇനി അവർക്ക് സമയമുണ്ട്, റിലാക്സ് ചെയ്ത് നിൽക്കാം. കാരണം മുഖ്യമന്ത്രിയായി ഇനിയിപ്പോൾ MLA-മാരുടെ യോഗം തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ അതുവരെ പല MLA-മാരും KPC ആസ്ഥാനത്ത് എത്തി പ്രസിഡന്റിനെ കണ്ടിട്ട് മടങ്ങുന്നുണ്ട്. വി ഡി സതീശൻ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെയൊക്കെ കാണുന്ന തിരക്കിലുമാണ്. ഇവരൊക്കെ നിങ്ങൾ കുമ്പിളിൽ നിന്ന് വരുന്നത് അല്ലേ? ചടയമംഗലം കുമ്പിൾ. ഇവരൊക്കെ മാതൃഭൂമി ന്യൂസിലൂടെ കുമ്പിളുകാരെ അറിയിക്കണം അവരിവിടെ എത്തി എന്നുള്ളത് അല്ലേ? അതെ, തീർച്ചയായും. നമ്മുടെ രതീഷ് അനിരുദ്ധന്റെ ഫ്രണ്ട്സാണ്. രതീഷിന്റെ കൂടെ പഠിച്ചതാണ് ഞാൻ. രതീഷിനും പലപ്പോഴും ഈ റിപ്പോർട്ട് ചെയ്യുമ്പോഴും UDF തരംഗം ഉണ്ടാവുന്ന രതീഷ് എന്ന് പറയും പല മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇല്ല എന്നൊരു വർത്തമാനം എപ്പോഴും ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസിനും ബ്ലോക്ക് കോൺഗ്രസിനാണ് ചടങ്ങലത്തെ 10 വർഷക്കാലം തുടർച്ചയായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതീക്ഷയിൽ നിന്ന് സമരം ചെയ്ത യുവജന സംഘടനാ പ്രവർത്തനത്തിന്റെയും എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്വം ടീം UDF എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ VDS-ന്റെയും RC രമേശിൻ്റെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ കൂട്ടായ പ്രവർത്തന വിജയമാണ് ഇന്നിവിടെ കാണുന്ന ആഹ്ലാദ പ്രകടനം. നമ്മുടെ ചടയങ്ങൾക്ക് ഉൾപ്പെടെ നമ്മുടെ മണ്ഡലത്തിൽ പ്രയാർ ഗോപാലന് ശേഷം ശ്രീ MM നസീർ ജയിച്ചുൾപ്പെടെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കൂട്ടായ പ്രവർത്തനം കടക്കലുകാർക്കും കുമ്പിളുകാർക്കും ഒക്കെ വലിയ ആവേശം കാണും. കാരണം ചടയമംഗലം തിരിച്ചു പിടിച്ചു എന്നുള്ള ആവേശം കാണും. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൊല്ലംകാരാണ് കൂടുതൽ KPC ആസ്ഥാനത്തിന്റെ മുറ്റത്ത് കാണുന്നത്. മിക്കവാറും ഇവരാണ് ഇവിടെ നിന്ന് മന്ത്രിമാരെ കൂടുതലായിട്ട്. എന്തുകൊണ്ടാണ് ഈ കൊല്ലംകാർ ഇത്രയധികം വരുന്നത്? ഞാൻ പറയാം CPM-ന്റെ ഒരു പൊന്നാപുരം കോട്ടയായിരുന്നു. അത് തകർത്തതിന്റെ ആവേശം അവിടുത്തെ പ്രവർത്തകർക്ക്